ശിവാനി, ഞാൻ വന്ന സമയം തൊട്ട് ഇവരെല്ലാം നിന്നെ പറ്റി പറയായിരുന്നു. നീ നന്നായിട്ട് പാചകം ചെയ്യുന്നൊക്കെ. അപ്പൊ നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കി എന്തെങ്കിലും കഴിച്ചിട്ട് ആ ടേസ്റ്റ് എനിക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. എന്റെ ദൈവമേ, എനിക്ക് കഴിക്കാൻ മാത്രമല്ലേ അറിഞ്ഞോളൂ, പാചകം അറിയില്ലല്ലോ. അപ്പോ എന്റെ സ്കോർ കുറഞ്ഞു വരുമല്ലോ. അയ്യോ, ഇതെവിടെ പോയി? ശൈലുവിനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇവളിത് എവിടെയാ? പച്ചക്കറികളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കാണല്ലോ. ഒറ്റൊരെണ്ണം പോലും കട്ട് ചെയ്തിട്ടില്ല. അയ്യോ ദൈവമേ, എവിടെ പോയി കിടക്ക ഇവള്? ഇനി റൂമിലെങ്ങാനും ഉണ്ടായിരിക്കോ? എന്താ ഇത്? ശൈലുവിന്റെ വോയിസ് മാത്രം കേൾക്കുന്നു, ബോഡി കാണുന്നില്ലല്ലോ. അയ്യോ, എന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചോ? എവിടെ വിളിച്ചിരിക്കവള്? ശൈലു, എവിടെയാ നീ? ശൈലു, പുറത്തു പോവാമോളെ, പേടിപ്പിക്കില്ലേ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് എന്റെ തലയിലായിരിക്കും. കാണുന്നില്ല. ശൈലു, ഇവിടുത്തെ എവിടെ? ശൈലു, നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? ഇറങ്ങി വാ. എന്തിനാണ് മോളെ ഇതിനകത്ത് കയറി ഒളിച്ചിരുന്ന് കറിയുന്നേ? എനിക്ക് പാചകം അറിഞ്ഞോട്, കഴിക്കാൻ മാത്രമേ അറിയൂ. ഇയാൾ ഏത് സിനിമയുടെ ഡയറക്ടറാ? പാചകം ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. ആണല്ലേ, ഞാൻ പറഞ്ഞു തന്നില്ല. എന്റെ തെറ്റ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ശരി മോള് വാ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ തന്നെ എന്തൊക്കെ ഉണ്ടാക്കണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴേ നിനക്കേ ഈ ഉള്ളി എല്ലാം എടുത്തു തരാം. ഒന്ന് കട്ട് ചെയ്ത് എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കട്ടെ. അല്ല, സവാള കട്ട് ചെയ്യുമ്പോ കണ്ണിന്ന് വെള്ളം വരില്ലേ? വെള്ളം കണ്ണിൽ വരും, ശരിയാ. എന്നാ ഇത് അരിഞ്ഞില്ലെങ്കിൽ ഐറ്റംസ് എങ്ങനെ ഉണ്ടാക്കും? ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉള്ളി അത്യാവശ്യമാണല്ലോ. അതുകൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് അരിയാൻ നോക്ക്. കാണട്ടെ. ഒരു കാര്യം ചെയ്യാം, ഇത് നീ കട്ട് ചെയ്യും, ഞാൻ ഇത് കട്ട് ചെയ്തോളാം. എല്ലാ ജോലികളും ഞാൻ ചെയ്തു കഴിഞ്ഞാൽ സ്കോർ ആർക്കാ കിട്ടണ്ടേ? എനിക്കോ നിനക്കോ? എനിക്ക്. പിന്നെന്താ, കട്ട് ചെയ്യ് നോക്കട്ടെ. സ്കോർ ഇമ്പോർട്ടന്റ് ആണ്. അതാ പറഞ്ഞ, പെട്ടെന്ന് അരി. ആ ഉള്ളിയൊക്കെ എടുത്തരി നോക്കട്ടെ. ഭസ്മമാക്കി കളയും ദാക്ഷായണി. എനിക്കറിയുന്ന അഗ്നികേചര വിദ്യ ഉപയോഗിച്ച് ഞാൻ അവളെ ഭസ്മമാക്കി കളയും. കൃഷ്ണേ, ദേഷ്യം വരുമ്പോൾ ഉപയോഗിക്കാനുള്ളതല്ല ആ വിദ്യ. നമ്മൾ തോൽക്കുമെന്നുറപ്പുള്ളപ്പോൾ മാത്രമേ ആ വിദ്യ പ്രയോഗിക്കാൻ പാടുള്ളൂ. തോൽവി വന്നെത്തിയിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ ഇനി എന്തിനാ കാത്തിരിക്കുന്നേ? എനിക്കിപ്പോ വരുന്ന ദേഷ്യത്തിന് ഈ വീടടക്കം എല്ലാവരെയും കത്തിച്ച് ചാമ്പലാക്കാനാ തോന്നുന്നേ. ഈ ദേഷ്യമാണ് വേണ്ടാത്തത്. നീ ഇങ്ങനെ ദേഷ്യത്തിനടിമയാകരുത്. നിന്റെ ഈ പ്രവൃത്തികൾ ഈ വീട്ടിലുള്ളവരാരെങ്കിലും കണ്ടാൽ അവരുടെ കണ്ണിൽ നീ മോശക്കാരിയായി മാറും. ഒരു വീട്ടിലുള്ളവർ മരുമകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ശാന്ത സ്വഭാവമാണ്, അല്ലാതെ കത്തുന്ന തീയല്ല. ക്ഷമയോടെ ഇരിക്കൂ കൃഷ്ണേ. ദിഗ്വിജയൻ എന്തോ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. പ്രയോഗമോ? എന്ത് പ്രയോഗമാ? ഇവിടെ ആരൊക്കെ ഏതെല്ലാം മുറിയിലാണ് കഴിയുന്നതെന്നോ? അതോ അവളെ കൊണ്ട് പാചകം ചെയ്യിപ്പിക്കുന്നതോ? ഇവിടെ എന്താ വല്ല പാചക മത്സരവും നടന്നുകൊണ്ടിരിക്കുകയാണോ? ചില സമയത്ത് ചെറിയ ചെറിയ പ്രയത്നങ്ങളാണ് വലിയ വലിയ വിജയങ്ങൾ നേടിത്തരുന്നത് കൃഷ്ണേ. ദിഗ്വിജയൻ മഹാബുദ്ധിമാനാണ്. മരിക്കാൻ പോയ സമയത്ത് നമ്മുടെ സഹായം കൊണ്ട് ബുദ്ധിപൂർവ്വം സ്വന്തം രൂപം വിട്ട് അനിയന്റെ രൂപം സ്വീകരിച്ചവനാണ് അവൻ. ഏതു മാർഗം സ്വീകരിച്ചിട്ടാണെങ്കിലും അവൻ അവളെ സത്യം തിരിച്ചറിയും. നീ ധൈര്യമായിട്ടിരിക്കുക കൃഷ്ണേ. നീ ദേഷ്യമെല്ലാം കളഞ്ഞ് ക്ഷമയോടെ ഇരിക്കെ. നിന്നെപ്പറ്റി എന്തെങ്കിലും സംശയം തോന്നിയാൽ ഈ വീട്ടിലെ മരുമകളാകാൻ നിനക്ക് യോഗ്യതയില്ല എന്നവർ കരുതും. അങ്ങനെങ്ങാനും സംഭവിച്ച അതാർക്കും നല്ലതിനായിരിക്കില്ല. എല്ലാവരെയും നശിപ്പിച്ച് അവനെ മാത്രം ബാക്കി വെച്ചാൽ അവൻ നിന്നെ കല്യാണം കഴിക്കുമെന്നാണോ വിചാരിക്കുന്നത്? അതുകൊണ്ട് അതിബുദ്ധിയൊന്നും കാണിക്കാതെ നീ എല്ലാവരോടും ക്ഷമയോടെ പെരുമാറണം. ദയവ് ചെയ്ത് പറയുന്ന മനസ്സിലാക്കണം.
താഴ്ന്നു കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതെല്ലാവരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കട്ട് ചെയ്തു. എന്താ ഇത്? തൊലിയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടല്ലോ. ഈ സാധനങ്ങളൊക്കെ ആരെങ്കിലും ഇങ്ങനെ അരിഞ്ഞു വെക്കോ? ഒരു സാധനം ഇങ്ങനെ അരിയാറില്ല. പിന്നെ എന്താ മോളെ നീ ഇങ്ങനെ? ഉള്ളി അരിയാൻ കൂടി അറിയില്ലേ? ആദ്യം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അത് നല്ല കുനുകുനാന്ന് ചെറുതായി അരിഞ്ഞെടുക്കണം, അതല്ലേ? ശരി, ചെറുതായിട്ട് കട്ട് ചെയ്തോളാം. വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല, ഈ സാമ്പാറൊക്കെ വെക്കുമ്പോഴേ തേങ്ങയൊക്കെ അരയ്ക്കാൻ വേണ്ടിട്ടുള്ള കല്ലില്ലേ? ഞങ്ങളുടെ വീട്ടിൽ അരയ്ക്കുന്ന കല്ലൊന്നുമില്ല, മിക്സി ഉണ്ട്. ഓക്കെ, അതാ ഷെൽഫിലുണ്ട്. ഓ, മിക്സി ഉണ്ടോ? അപ്പൊ നീ തന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഹലോ, ഇവിടെ നിന്നോട് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതേ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിനക്കൊന്നും അറിയില്ലെന്നല്ല അവര് പറയാ. പിന്നെ എന്താ ചെയ്യാ? എനിക്ക് പാചകം അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുമല്ല, റെസിപ്പി അറിയണല്ലോ ആദ്യം. ആ, ഒരു കാര്യം ചെയ്യാം. ബ്ലൂടൂത്ത് ഇല്ലേ? ചെവിയിൽ വെച്ചിട്ട് കേൾക്കുന്ന സാധനമില്ലേ? ഞാൻ പോയിട്ട് അത് എടുത്തോണ്ട് വരാം. നീ എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നിട്ട് എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നാ മതി. ഓഹോ, നിനക്കിതൊക്കെ അറിയാല്ലേ? പിന്നെ എന്താ വിചാരിച്ചേ? ശൈലു ആ മോനെ. ശരി ശരി, ആയിക്കോട്ടെ, ഇവിടെ ഇരിക്കും. ഞാൻ പോയിട്ട് അവിടുന്ന് ബ്ലൂടൂത്ത് എടുത്തിട്ട് വരാം. ഓക്കെ, വേഗം. ഓ യെസ്. ഇതാ പിടിച്ചോ. ഓക്കെ ആണോ? ഇപ്പൊ സെറ്റല്ലേ? ഇതിവിടെ ഇതിന്റെ ഇടയിൽ വെക്കാം. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഒന്നുകൂടി വെച്ചോ. ഞാൻ നിനക്ക് ഫോൺ ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഒന്ന് വേഗം പോ. ഓക്കെ ഓക്കെ. ഇനിയുണ്ടല്ലോ, കടുകും ജീരകവും പൊടിച്ചതിന് ശേഷം അതിൽ കുറച്ച് കറിവേപ്പില ഇടണം. പരിപ്പ് എവിടെ ഇരിക്കുന്നറിയോ? ഷെൽഫില് ലെഫ്റ്റ് സൈഡിലുണ്ട്. അതിട്ടതിന്റെ പിന്നാലെ തക്കാളി കേട്ടോ. ഈ പാചകം എന്ന് പറയുന്ന ഷോയൊക്കെ എന്തിനാണോ? അപ്പൊ സിമ്പിൾ ആയിട്ട് ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്ത് അത് വരുമല്ലോ. ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എടി പിങ്കു, ഇതെല്ലാം നിന്റെ വയറ് നിറഞ്ഞിട്ടുള്ള വിശപ്പാ. അത് കാണുന്നവർക്ക് നിസ്സാരമായിരിക്കും, ചെയ്യുന്നവർക്കാ അതിന്റെ ബുദ്ധിമുട്ട്. നടക്കട്ടെ നടക്കട്ടെ. ഓ മൈ ഗോഡ്, സൂപ്പർ ആയിട്ടുണ്ടെന്നാ തോന്നുന്നേ. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞു. എന്നെ ഞാൻ തന്നെ അഭിനന്ദിക്കണം എന്നാ തോന്നുന്നേ. ശബാഷ് ശിവ, ശബാഷ് ശൈലു, ശബാഷ്. സീറോ, നീ വന്നോ? നോക്ക്, എന്തായാലും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നീ ഒന്ന് ടേസ്റ്റ് നോക്കിയാൽ മാത്രം മതി. ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കിയല്ലോ അല്ലേ? ഹലോ, പറഞ്ഞു തരുന്നതല്ല വലുത്, ഉണ്ടാക്കുന്നതാണ് വലുത്. വാദാക്ഷായണി, നമുക്കിപ്പൊ തന്നെ പോയി രുചി നോക്കാം. ആദ്യം പാചകം കഴിയട്ടെ, എന്നിട്ട് പോയി പരീക്ഷണം നടത്തിയാൽ മതി. ശൈലം ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ നീ പുണ്യം ചെയ്തിരിക്കണം മോനെ. സൂപ്പർ ആയിട്ടുണ്ടല്ലേ? എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും അല്ലേ? അറിയായിരുന്നു. അല്ല ഗുരു, ശൈലുവിനെ അറിഞ്ഞൂടെ? ഇംപ്രവൈസ് ചെയ്താണ് ഉണ്ടാക്കിയത്. ഇതൊരു വല്ലാത്ത രുചിയായി പോയി. മയങ്ങിപ്പോയെന്ന് തോന്നുന്നു. അല്ല, ഇനി എന്താ ചെയ്യേണ്ടത്? അമ്മേ, അമ്മ ഒന്ന് വേഗം വാ അമ്മേ. എന്തു പറ്റി മോനെ? അമ്മ, ഒരു വലിയ പ്രശ്നം ഉണ്ടായി. വലിയൊരു പ്രോബ്ലത്തിൽ ഇപ്പൊ നമ്മൾ കുടുങ്ങിയിരിക്കുക. അതിന് മാത്രം എന്താ ഉണ്ടായത്? അവിടെ ശൈലുവിന് പാചകം ചെയ്യാൻ അറിയോ ഇല്ലയോ എന്നുള്ളൊരു ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. അവൾക്കാണെങ്കിൽ തിന്നാനല്ലാതെ വേറെ ഒന്നും അറിയില്ല. അവളാണെങ്കിൽ അവിടെ ഇന്റർനെറ്റോ പിന്നെ യൂട്യൂബൊക്കെ നോക്കിക്കൊണ്ട് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ആരെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ശ്വാസം പോലും എടുക്കാൻ പറ്റില്ല, സ്പോട്ടിൽ തട്ടി പോകുന്നേ.
രുചി നോക്കിയിട്ട് എന്റെ പകുതി ജീവൻ തന്നെ പോയിരിക്കുക. അല്ല മോനെ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അമ്മ പ്ലീസ് അമ്മ, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം നമുക്ക്. അല്ല, അതിനിപ്പോ സമയമുണ്ടോ അത്രയും? അമ്മ ഉള്ള സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി ഒന്ന് ശരിയാക്കാൻ നോക്കത്. എന്റെ വയറ് വിശന്നിട്ട് ഇപ്പൊ കണ്ണുപോലും കാണാൻ പറ്റാത്ത അവസ്ഥയാ. നോക്ക്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരിക്കൽ നമ്മൾ ശൈലുവേ കോഫി ഉണ്ടാക്കാൻ പോയിട്ട് പാലിന് പകരം അവള് തൈരെടുത്തൊഴിച്ചു. ഇന്ന് അവള് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ഉപ്പിന് പകരം പഞ്ചസാര എടുത്തിട്ടുണ്ടാവും. തുവരപ്പരിപ്പിന് പകരം ഉഴുന്നുപരിപ്പ് ഇട്ടിട്ടുണ്ടാവും. മല്ലിയിലയ്ക്ക് പകരം പുതിനയില ഇട്ടാലോ? ഇനി വറുത്തിടുമ്പോ കടുകിന് പകരം ഉലുവയെങ്ങാനും എടുത്തിട്ട് എന്താവും ഗതി? അയ്യോ, എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എന്താ? ഇന്ന് അവളുണ്ടാക്കി ഭക്ഷണം കഴിച്ചാലുടൻ ഈ റിയാലിറ്റി ഷോ കഴിഞ്ഞത് തന്നെ. പാചകം ചെയ്യാൻ അറിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ജീവനും കൊണ്ട് ഓടേണ്ടി വരും. എല്ലാരും വന്നോളൂ, ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, പെട്ടെന്ന് വാ. അതെ, ഊണ് റെഡി ആയിട്ടുണ്ട്. എടീ, നീ ഒരുപാട് സന്തോഷിക്കണ്ട. കഴിച്ചു കഴിഞ്ഞാൽ അറിയാം എന്താ സംഭവിക്കാന്ന്. പോയി നോക്കാം. വിശക്കുന്നു. നടക്കടി. നല്ല പല്ലിയായോ വാറ്റയോ അതിലിട്ടിട്ട് അയ്യോ എങ്ങനെ ആയിപ്പോയല്ലോ അതൊക്കെ കഴിക്കരുതെന്ന് പറഞ്ഞ ആരും കഴിക്കില്ലായിരുന്നു. ഈ പ്ലാൻ എനിക്ക് ആദ്യം തോന്നിയില്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? തൃശൂർ, ആ അമ്മേ. നീ എന്താ അവിടെ നിൽക്കുന്നേ? വാ ഇരിക്ക്. മതി മതി മതി. എന്താ കഴിക്കാത്തെ? തൃശൂർ, എന്തു പറ്റി? ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് എല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്നെന്ന് എനിക്ക് ഇപ്പോഴും ശരിക്കും മനസ്സിലായോ? അതെന്താടാ മോനെ? ഒന്നുമില്ല അമ്മേ, വെറുതെ. ഇതെന്താ എല്ലാരും ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഭക്ഷണം കഴിക്ക്. വാവ്, അമൃതം പോലെയുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. വാവ് ഏട്ടത്തി, ഏട്ടത്തി ഉണ്ടാക്കിയ ഫുഡ് ഒരു രക്ഷയില്ല. താങ്ക്സ് മോളെ. ശിവാനി, അന്നത്തെക്കാള് നിന്റെ കൈപ്പുണ്യം കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? വാവ്, സൂപ്പർ. ശിവാനി ഇത്രയും നന്നായിട്ട് പാചകം ചെയ്യുമെന്ന് ഇന്നാണ് ഞങ്ങൾക്കും മനസ്സിലായത്. ഞങ്ങളങ്ങ് വിദേശത്ത് പോലും ഇത്ര ടേസ്റ്റായ ഫുഡ് കഴിച്ചിട്ടേ ഇല്ല. താങ്ക് യു അമ്മ. അങ്കിൾ, എന്റെ ഏട്ടനെ എങ്ങനെ ഏട്ടത്തി വലയിലാക്കിന്ന് എനിക്കിപ്പോ മനസ്സിലായി. ചെറിയച്ച, പൂരി നന്നായിട്ടുണ്ടോ? ആ, നന്നായിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ഇനിയും നന്നായിട്ടുണ്ടാവും. കഴിച്ചു നോക്ക്. മതി മതി. ഇല്ല, ഒരു സ്പൂൺ കൂടി കഴിക്കാം, എനിക്ക് അയ്യോ, വേണ്ടി. മതി 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 മതി. ജയ് ഭോലനാഥ. പരീക്ഷണം, അഗ്നിക്കും അഗ്നിപരീക്ഷണം. പരമേശ്വര, നിന്റെ കയ്യില് ഈ 7 ലോകവും കളിയരങ്ങ്. ആ കളിയരങ്ങിനുള്ളിൽ നാടകം കളിച്ച് ആ നാടകത്തിനുള്ളിൽ സത്യത്തെ മൂടിവച്ച് വെറുതെ നോക്കി നിൽക്കുകയാണോ നടരാജ? കാണുന്നതാണോ സത്യം? ഇനി കാണാനിരിക്കുന്നതാണോ സത്യം? നാഗലോകത്തിന്റെ ദുരിതങ്ങൾ കാണുന്നില്ലേ പരമേശ്വര?
മഹാരുദ്ര, കപാലേശ്വര, ആരിൽ നിന്നും ആരെ രക്ഷിക്കും നിന്റെ ഈ കവചം? എന്തിനു വേണ്ടിയാണ് ഈ കാത്തിരിപ്പ്? പറയൂ ഭോലേനാഥ. ഗുരുക്കളെ, അങ്ങ് എന്താണ് ഇങ്ങനെ മൗനം പാലിക്കുന്നത്? അങ്ങയുടെ മൗനം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുക. എന്നെ ഇപ്പോ ഇങ്ങോട്ട് വിളിപ്പിച്ചതിന്റെ ഉദ്ദേശം എന്താ? നന്ദീശ, തായി ജ്വാലമാലിനി എന്നോട് ആവശ്യപ്പെട്ടാൽ എന്റെ പ്രാണൻ പോലും ആ കാൽ കീഴിൽ വെക്കാൻ മനസ്സ് കാട്ടുന്ന ഭക്തനാണ് ഞാൻ. എന്നിട്ടും എന്തിനാ എന്നെ പരീക്ഷിക്കുന്നേ? ഹൃദ്യസ്ഥമാക്കിയ മഹാഘോര മന്ത്രങ്ങളൊന്നും മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നില്ല. ഓർമ്മയുള്ള മന്ത്രങ്ങളാകട്ടെ ഒന്നും തന്നെ ഉപയോഗിക്കാനാകുന്നില്ല. ഉപയോഗിക്കുന്ന മന്ത്രങ്ങളോ എന്നെ തന്നെ തിരിഞ്ഞു കൊത്തുന്ന അവസ്ഥ. നാഗമാണിക്യം എന്ന മോഹമാണിക്യം എന്നെ തോൽപ്പിക്കുകയാണ് നന്ദീശ. രാത്രിയിൽ ദുസ്വപ്നങ്ങൾ മാത്രം. നാഗമാണിക്യത്തിന് പിന്നാലെ പോകുന്ന എനിക്ക് എന്റെ ശക്തികളെല്ലാം ഇല്ലാതാക്കി എന്നെ നശിപ്പിക്കുന്ന സ്വപ്നം കാട്ടിത്തരികയാണ്. എന്റെ ഉപാസനാ മൂർത്തിക്ക് എന്നെ തന്നെ ബലി കൊടുക്കേണ്ട അവസ്ഥ. ദുസ്വപ്നങ്ങൾ ഇല്ലാതാകാൻ, എന്റെ മന്ത്രങ്ങൾ ഫലിക്കുവാൻ, തായി ജ്വാലമാലിനിയുടെ കൃപ എന്റെ മേൽ ചൊരിയുവാനായിട്ട് ഉടനെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ നന്ദീശ. ഞാൻ മാത്രമല്ല, നാഗമാണിക്യവുമായി ബന്ധപ്പെട്ട എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണമെന്നാണ് എനിക്ക് ലഭിക്കുന്ന സൂചന. പോകൂ, വേഗം തിരിച്ചു പോകൂ. ദിഗ്വിജയന്റെ സുഹൃത്തുക്കളെയെല്ലാം ഈ വിവരം അറിയിക്ക്. വരുന്ന അമാവാസി വരെ എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണമെന്ന് പറയ. പോകൂ. ശരി ഗുരുക്കളെ. നന്ദീശ, ഒരു മഹാപൂജ എനിക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അത് ശുഭകരമായി പര്യവസാനിക്കുന്നത് വരേക്കും എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കൂ. പോകൂ. അങ്ങനെ ആവട്ടെ. ഭക്ഷണം വളരെ നന്നായിരുന്നല്ലോ. നീ ആണെങ്കി അവക്ക് പാചകമേ അറിയില്ലെന്നാണല്ലോ പറഞ്ഞത്. അമ്മേ, ഞാൻ ടേസ്റ്റ് ചെയ്തിരുന്നു. എനിക്കറിയുന്നല്ലേ. അമ്മയുടെ കൈപ്പുണി എനിക്ക് മനസ്സിലാവാതിരിക്കോ? എല്ലാ പ്രാവശ്യവും ഞാൻ തന്നെയല്ലേ ടേസ്റ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യാറുള്ളത്. അവളുടെ പാചകം അത്രമാത്രം മോശമായിരുന്നു അമ്മേ. നിങ്ങൾ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക? ഞാൻ വെറുതെ ഒന്ന് ടേസ്റ്റ് നോക്കിയതാ. എന്റെ പാതി ജീവൻ ആകാശത്തെത്തി. പിന്നെങ്ങനെ നന്നാവാൻ സാധ്യത? വേറെ ആരും അവളെ സഹായിച്ചിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം നീ കൊണ്ടുപോയിട്ടുമില്ല. അങ്ങനെ വരുമ്പോ പാചകം നന്നായിട്ടുണ്ടെങ്കിൽ അത് അവൾ ഉണ്ടാക്കിയതാവാനല്ലേ വഴി. അതാണമ്മ എനിക്ക് മനസ്സിലാവാത്തത്. അത് മായാജാലവും മഹേന്ദ്രജാലവും ഒന്നുമല്ല. അതോ വേറെ ഏതെങ്കിലും ശക്തി വന്ന് ഭക്ഷണത്തിന്റെ രുചി മാറ്റാൻ സാധ്യതയുണ്ടോടാ? എന്ത് പൊട്ടത്തരോടാ പറയുന്നേ? ഈ പറഞ്ഞ കാര്യമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അങ്ങനെ വരുമ്പോ പാചകം ചെയ്തത് ശൈലു തന്നെയല്ലേ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നാലും വെറുതെ എരിയടാ. ശൈലു ശിവാനിയുടെ കഥാപാത്രം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. നീ ആയിട്ട് വെറുതെ അത് നശിപ്പിക്കല്ലേ. ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ലോക ശോകായിരുന്നു. എല്ലാം ശോകായിരുന്നു. അമ്മയോട് ചോദിച്ചപ്പോ അമ്മയും സഹായിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ ടേസ്റ്റ് ചെയ്തപ്പോ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. രുദ്രലീലകൾ തുടങ്ങുകയാണ്. ജയ് ഭോലേനാഥ. അവള് ശിവാനിയാണോ എന്നറിയാനുള്ള നമ്മുടെ പരീക്ഷണങ്ങളൊക്കെ അവള് ജയിച്ചു. ഈ വീട്ടിലുള്ളവരുടെ റൂമുകളൊക്കെ കൃത്യമായിട്ട് അവക്കറിയാം. എല്ലാവരുടെയും ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഭക്ഷണവും വളരെ നന്നായിട്ടാ ഉണ്ടാക്കിയത്. എന്നാലും
വിശ്വസിക്കാൻ അത് മാത്രം പോരാ. എന്ന് വെച്ചാ എനിക്കെന്തോ ഇപ്പോഴും അവളിൽ പൂർണ്ണമായൊരു വിശ്വാസം വന്നിട്ടില്ല. നീ ഈ പറയുന്ന അത്ര എളുപ്പത്തില് അവളെ ഒരു മരുമകളായി സ്വീകരിക്കാൻ നിനക്കാവില്ല. കാരണം ഇതിൽ പണം കൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യം. നമ്മുടെ ഈ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാൻ വേണ്ടി ആരെങ്കിലും മനഃപൂർവ്വം വേഷം കെട്ടി വന്നതാണെങ്കിലും